മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ CPIM പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രിയും CPIMന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPIM പൊന്നാനിയിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചു. മൗനജാഥ ചമ്പ്രോട്ടൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് RV ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. P നന്ദകുമാർ MLA, UDF ചെയർമാൻ PT അജയ് മോഹൻ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി, പ്രൊഫസർ MM നാരായണൻ, ചക്കൂത്ത് രവീന്ദ്രൻ, U മുനീബ്, അഡ്വക്കേറ്റ് ജിസൻ P ജോസ്, K ബാബു, OO ഷംസു, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. MA ഹമീദ് സ്വാഗതവും അഡ്വക്കേറ്റ് സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പാർട്ടിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാതൃകയാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ചിട്ടയായ ജീവിതം. അതിപ്പം ചിട്ടയുമില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയ്ക്ക് ഒരു രാഷ്ട്രീയ നേതാവാണ് വരുന്നത്. ജീവിതത്തിൽ നമുക്കൊരു അടുത്ത വിജയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ ചിട്ട എല്ലാ മേഖലയ്ക്കകത്തും വേണം. അതിന്റെ അറിവ് കിട്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം. അതുപോലെ തന്നെ താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ മുന്നിക്കൊണ്ട് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തെ സംബന്ധിച്ച് ഉറച്ചു നിൽക്കാനുള്ള കഴിവും തന്റേടും അതോടൊപ്പം അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള ശേഷിയും പ്രാണിയും ഇതെല്ലാം ഒത്തുചേരുക എന്നത് പലർക്കും പല കഴിവായിരിക്കാം. ഇതെല്ലാം ഒത്തുചേരുക എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്, ഒരു സവിശേഷത തന്നെയാണ്. അവശ്യ ജനവിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ സാധാരണ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇന്ന് യുഎസിന്റെ പ്രസിഡന്റ്. ഞാനാകെ വായിച്ചത് മാമസത്തിന്റെ ഞങ്ങൾ വായിച്ച ആ പ്രസിഡന്റിനെ കണ്ടപ്പോൾ കേരളത്തിലെ സാമൂഹ്യ വികാസങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്ത ക്രാന്തദർശിയായിരുന്നു VS. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർഗസമരത്തിന്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു. സ്ത്രീ സമത്വത്തിന്റെ ആശയങ്ങൾക്കൊപ്പം നിലനിർത്തുകയും അവരുടെ ജനാധിപത്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുകയും ചെയ്തു. മനുഷ്യാവകാശങ്ങളുടെ പക്ഷത്ത് നിലനിർത്തിച്ച് ഭരണകൂടത്തിന്റെ മർദ്ദന സംവിധാനങ്ങൾക്കെതിരെ നിരന്തരം പൊരുതി. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണമായ പാഠം VS കാണിച്ചിരുന്നു. എതിരാളികളുടെ വാദമുഖങ്ങളെ തുറന്നുകാട്ടാനും രൂക്ഷമായ ഭാഷയിൽ തെറ്റായ നയങ്ങളെ വിമർശിക്കുക എന്നതും VSന്റെ ശൈലിയായിരുന്നു. ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ആശയ പ്രചരണ രംഗത്തും VSന്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു. ദുരിതങ്ങളുടെ ആഴക്കടലിൽ നിന്ന് പൊരുതി മുന്നേറി CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായും സംസ്ഥാന മുഖ്യമന്ത്രിയായും VS ഉയർന്നു വന്നു. കേരളീയ സമൂഹത്തിനും വിപ്ലവ പ്രസ്ഥാനത്തിനും അദ്ദേഹം നൽകിയ കരുത്തുറ്റ സംഭാവനകൾ കേരളം നിലനിൽക്കുന്നിടത്തോളം സ്മരിക്കപ്പെടും. ആരും അദ്ദേഹം അസുഖബാധിതനായി കിടക്കാമെന്നോ പ്രായത്തിക്കും കൊണ്ട് വരാത്തതാണെന്നോ കരുതിയിട്ടില്ല. പക്ഷേ VS എന്നുള്ള രണ്ടക്ഷരം കേരളത്തിൽ എല്ലാ ഭാഗത്തും അദ്ദേഹം അസുഖബാധിതനായി കിടക്കുമ്പോഴും VS എന്നുള്ള അക്ഷരത്തിന് വലിയൊരു പ്രാധാന്യം. ആ പ്രാധാന്യം അത് നേടിയെടുക്കലാണ് ഒരു രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യം. VS എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വം ശ്രീ നന്ദന്റെ പറഞ്ഞ മാതിരി TV തുറന്നാൽ 10,000-കണക്കിന് ആൾക്കാർ നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇന്നലെ രാത്രിയും ഒക്കെ റോഡരികിൽ
പുന്നപ്ര സമരത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി സെർസിക്കുള്ള പട്ടാളത്തിനെതിരായി നാടുവാഴിത്തത്തിനെതിരായി ഭൂജന്യത്വത്തിനെതിരായി അസന്നിഗ്ധമായ പോരാട്ടം നടത്തി സാക്ഷാൽ സഖാക്കളുടെ സഖാവായ പി ബിഷപ്പ് ഈ ചെറുപ്പക്കാരനെയാണ് നിയോഗിച്ചത്. കുട്ടനാട് കർഷക തൊഴിലാളികളെ കൃഷ്ണപിള്ള എഴുതിയ വാചകം ഇവൻ തീപ്പൊരിയാണ്, തീയാണിക്കത്ത്. ആ ചെറുപ്പക്കാരനെ നോക്കി സഖാവ് പറഞ്ഞതാണ്. അക്ഷരാർത്ഥത്തിൽ ആ വാചകം ഫലവത്തായി. കേരളത്തിൽ തീയാണി കത്തിച്ചു. പ്രതിഷേധത്തിൽ, പ്രതിരോധത്തിൽ, അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, അധാർമികതയ്ക്കെതിരായിട്ടുള്ള പടവാളൊക്കെക്കൊണ്ട് VS-ന്റെ മുഷ്ടി ചുരുട്ടിയിട്ടുള്ള ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാവും. ആ ചിത്രമാണ് മിക്കവാറും എല്ലായിടത്തും കാണുക. ആ മുഷ്ടി ചുരുട്ടുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സമരാഗ്നിയിൽ അണിനിരക്കൂ എന്നുള്ളതാണ്. VS-ന്റെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സമരമാണ്. VS-ന്റെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഉജ്ജ്വലമായ പോരാട്ടം. അനീതി അനുഭവിക്കുന്ന, അസഹിഷ്ണുത അനുഭവിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന കർമ്മധീരനായിട്ടുള്ള പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ധീര സഖാവ്. നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് ആ പൂർവ്വസ്മൃതികളിൽ. ഒരുപാട് എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കണമെന്ന് ഈ കേരളത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാഗുരുക്കളിൽ അവസാനത്തെ ആളാണ് സഖാവ് VS അച്യുതാനന്ദൻ. ഒന്ന് യശസ്, രണ്ട് അധികാരം, മൂന്ന് അംഗീകാരം, നാല് ധനലോഭം. ഇതൊക്കെ ഇതിലേതെങ്കിലും ഒന്നോ ആണ് പലപ്പോഴും ആളുകളെ ഇതൊരു പ്രൊഫഷനായിട്ട് അതിലും അങ്ങനെ എഞ്ചിനീയറാവാം, ഡോക്ടറാവാം, അങ്ങനെയുള്ള കാലത്താണ് പ്രശസ്തി കിട്ടില്ല എന്ന് മാത്രമല്ല കുപ്രശസ്തിയാണ്. അംഗീകാരം കിട്ടില്ല എന്ന് മാത്രമല്ല ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തലാണ്. അധികാരം കിട്ടില്ല എന്ന് മാത്രമല്ല അധികാരത്തിന്റെ പെരുങ്കാലം കൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെടാനാണ് സാധ്യത. ധനം കിട്ടില്ല എന്ന് മാത്രമല്ല കയ്യിലുള്ളത് കൈമോശം വരാനാണ് സാധ്യത. ഇത് രാഷ്ട്രീയ പ്രവർത്തനം ഒട്ടും അഭിരാമ്യമല്ലാതെ ഇന്നത്തെ നിലയ്ക്ക് ഞാൻ പറഞ്ഞു. ഒരു കാലത്താണ് VS പൊതുജീവിതത്തിന് തന്നെ സമർപ്പിക്കുന്നു. അദ്ദേഹം പ്രവർത്തിച്ചതും പൊരുതിയതും അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ആവശ്യം വേണ്ടി നമുക്കല്ല, സമൂഹത്തിന്റെ സങ്കടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വേദനകൾക്കും പരിഹാരം കാണുന്നില്ല. Be in a place where you want to find the best out there. You'll amaze on how the world takes for us. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. Akbar Travels of India Private Limited, your travel mate.